പ്രാർത്ഥനയാലുള്ള വിടുതൽ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുന്ന ദൂത്. മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 29-ാം വാക്യം. പ്രാർത്ഥനയാൽ അല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകുകയില്ല എന്ന് അവൻ പറഞ്ഞു. ശിഷ്യന്മാരുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കുന്ന യേശു കർത്താവ് വെളിപ്പെടുത്തുന്ന വാക്യമാണ് ആ അധ്യായത്തിൽ 29-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. യേശു പറയുന്നു, പ്രാർത്ഥനയാൽ അല്ലാതെ വേറെ വഴിയില്ല, മറ്റൊന്നിനാലും കഴിയത്തില്ല. പ്രാർത്ഥനയാൽ അല്ലാതെ. ദൈവത്തിൻ്റെ പൈതലേ, ചിലത് കഴിയാതെ പോയിട്ടുണ്ടോ? ചിലത് ജീവിതത്തിൽ പരാജയത്തിലേക്ക് കടന്നു പോയിട്ടുണ്ടോ? ചിലത് അസാധ്യമായി തീർന്നിട്ടുണ്ടോ? പ്രാർത്ഥനയാൽ അല്ലാതെ അതിനകത്ത് വിടുതലില്ല. പ്രാർത്ഥനയാൽ അല്ലാതെ അതിനകത്ത് ജയമില്ല. പ്രാർത്ഥനയാൽ അല്ലാതെ അതിനകത്തൊരു മാറ്റം സംഭവിക്കത്തില്ല. ഇന്ന് പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളോട് ശക്തമായി ദൂത് വെളിപ്പെടുത്തുക. പ്രാർത്ഥിച്ചാൽ ചില മാറ്റങ്ങൾ, അത്ഭുതങ്ങൾ കൂടാരത്തിൽ വെളിപ്പെട്ടു വരാൻ പോവാം. ഈ വചനം നമുക്ക് വളരെ പരിചയമുള്ള ഒരു വചനമാണ്. ഒരു പിതാവ് തൻ്റെ മകനെയും കൊണ്ട് യേശുവിൻ്റെ അടുക്കൽ വരുന്ന കാര്യമാണ്. ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു, അത് നടന്നില്ല, അവർക്ക് കഴിഞ്ഞില്ല എന്ന് തിരുവെഴുത്ത് പറയുന്നു. ആ ബാലനെ പിതാവ് വളർത്തിക്കൊണ്ടുവരുമ്പോൾ അതിനെ ചെറുപ്പം മുതൽ നശിപ്പിക്കുവാൻ ശത്രു കൂടെയുണ്ട്. വെള്ളത്തിലും തീയിലും തള്ളിയിടുന്ന ആ ഒരു അനുഭവം ഇന്ന് പരിശുദ്ധാത്മാവ് ആഴത്തിൽ വെളിപ്പെടുത്തുന്ന ദൂത്. ദൈവത്തിൻ്റെ പൈതലെ, വളർത്തിക്കൊണ്ടുവരുന്നതിനെ നശിപ്പിക്കുവാൻ നോക്കുന്ന ശത്രുവുണ്ട്. ജീവിതത്തിൻ്റെ തലങ്ങളിൽ ഉയർച്ചയിലേക്ക് കൊണ്ടുവരിക നോക്കുമ്പോൾ അതിനെ തടയുന്ന ശത്രുവുണ്ട്. ജീവിതത്തിൻ്റെ പാന്താവുകളിൽ തുറക്കപ്പെടാതെ കിടക്കുന്ന വാതിലിൽ അതിൻ്റെ ആഴങ്ങൾ ഇന്ന് സ്വർഗം വെളിപ്പെടുത്തുന്നു. അതിനകത്ത് തടയാൻ നിൽക്കുന്ന ശത്രുവുണ്ട്. നശിപ്പിക്കുന്ന ഒരു ശത്രുവിനെ ആ അധ്യായത്തിൽ പരിശുദ്ധാത്മ വെളിപ്പെടുത്തിയിരിക്കുക. പിതാവ് എത്ര വേദനിക്കുന്നു, എത്ര ദുഃഖിക്കുന്നു. ആഹാരം കൊടുത്തും ജീവിതത്തിൽ കരുതിയും സ്നേഹിച്ചും വളർത്തിക്കൊണ്ടുവരുമ്പോൾ നശിപ്പിക്കാൻ നോക്കുക. ദൈവത്തിൻ്റെ പൈതലേ, ഇത് ദൂതല്ലേ, ആലോചനയല്ലേ? കുടുംബത്തിൽ തലമുറയുടെ മേൽ ഇപ്രകാരം ശത്രു ദൃഷ്ടി വെച്ച് നശിപ്പിക്കാൻ നോക്കുന്നില്ലേ? ദൈവകൃപയിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകാൻ നോക്കുന്നില്ലേ? ജീവിതത്തിൽ പഠിച്ചിട്ടും ജോലിയിലേക്ക് പ്രവേശിക്കാതെ തടയുന്നില്ലേ? ഇപ്രകാരം കഷ്ടപ്പെടുന്ന, ഇപ്രകാരം പ്രതിബന്ധങ്ങൾ അനുഭവിക്കുന്ന ജീവിതങ്ങളോടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ദൂത് ശിഷ്യന്മാർക്ക് കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ, നമുക്കത് കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കണ്ട. യേശു അത് സാധ്യമാക്കാൻ പോവുക. യേശു അതിനെ അഴിച്ചു മാറ്റാൻ പോവുക. യേശു ആ തടയുന്നതിനെ നീക്കാൻ പോവുക. പ്രാർത്ഥനയാൽ അല്ലാതെ ആ ജാതി പുറപ്പെട്ടു പോകത്തില്ല. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ദൂത്, ഇന്ന് ചിലത് പുറപ്പെട്ടു പോകും. നശിപ്പിക്കാൻ നിൽക്കുന്നത് ആ മേഖല ദൈവം വിടുതൽ കൽപ്പിക്കും. തകർക്കാൻ നിൽക്കുന്നതിനെ ദൈവം അഴിച്ചു മാറ്റും. പരിശുദ്ധാത്മാവിൻ്റെ ആഴമായ ദൂത് വിശ്വസിച്ചു. ഈ വചനത്തിലൂടെ വിടുതലുണ്ട്, ഈ വചനത്തിലൂടെ ദൈവശക്തിയുണ്ട്, ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയുണ്ട്. പ്രാർത്ഥനയാൽ ചില തടസ്സങ്ങൾ മാറുക. നശിപ്പിക്കാൻ നിൽക്കുന്ന ശത്രുവിനെ തകർക്കുന്ന ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ശക്തി വെളിപ്പെട്ട് വരിക. ദൈവത്തിൻ്റെ പൈതലേ, പ്രാർത്ഥനയാൽ അത് നടക്കുക, പ്രാർത്ഥനയാൽ അത് നീങ്ങുക, പ്രാർത്ഥനയാൽ അത് മാറുക, പ്രാർത്ഥനയാൽ അത് പുറപ്പെട്ടു പോവുക. അപ്രകാരം ഒരു സ്വാതന്ത്ര്യം
തലമുറകളുടെ മേൽ, കുടുംബത്തിൻ്റെ മേൽ ദൈവം കൽപ്പിക്കുന്നു. പരിശുദ്ധാത്മ പ്രവർത്തിക്കും. കുടുംബത്തെ നശിപ്പിക്കാൻ നോക്കുന്നുണ്ടോ? സമ്പത്തിനെ നശിപ്പിക്കാൻ നോക്കുന്നുണ്ടോ? ആരോഗ്യത്തെ നശിപ്പിക്കാൻ നോക്കുന്നുണ്ടോ? ആ മേഖലയിൽ ദൈവം തൊടും. ആ മേഖലയിൽ ദൈവം വിടുതൽ കൽപ്പിക്കും. പ്രാർത്ഥനയാൽ അല്ലാതെ ഇത് നീങ്ങത്തില്ല. പ്രാർത്ഥിച്ചാൽ ദൈവം അത് ചെയ്യാൻ പോകുന്നു. കർത്താവ് സഹായിക്കും. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഇന്നത്തെ ശബ്ദത്തിനായി സ്തോത്രം, വചനത്തിൻ്റെ വിടുതലിനായി സ്തോത്രം. പ്രാർത്ഥിച്ച് മഹത്വത്തിൻ്റെ പ്രവൃത്തി കാണാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.